കർത്താവായ യേശു മശിഹായ്ക്ക് മഹത്വം ഉണ്ടാകട്ടെ. ഈ ലൈവിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആദ്യ അപ്പോസ്തലന്മാര് പ്രഘോഷിച്ച സുവിശേഷം, അതിൻ പ്രകാരം ഞങ്ങൾ വചനത്തിൽ നിന്നും സംസാരിക്കുന്ന ഈ ശൃംഖലയിൽ ഇന്ന് ഞങ്ങളോട് കൂടി ആയിരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ. ഇന്ന് എന്നോട് കൂടെ ജോയിൻ ചെയ്യുന്നത് പാസ്റ്റർ ജോയ് ജോസഫും പാസ്റ്റർ ജോസ് വർഗീസും, കോട്ടയത്ത് നിന്നും പാസ്റ്റർ ജോസ് വർഗീസും, കൊച്ചിയിൽ നിന്നും പാസ്റ്റർ ജോയ് വർഗീസും ജോയിൻ ചെയ്യുന്നു. ഹൃദയമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ എടുക്കുന്ന വിഷയം, കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ എടുത്ത ഗ്രോക്ക് എന്ന AI ആ സോഫ്റ്റ്വെയറിൽ കൂടെ ചരിത്രപരമായ ചില ചോദ്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കുവാനും മനുഷ്യബുദ്ധിയെ ഒഴിച്ചു മാറ്റി, മനുഷ്യന്റെ വക്രതയെ ഒഴിച്ചു മാറ്റിയിട്ട് എങ്ങനെയാണ് നമുക്ക് സത്യം അന്വേഷിക്കുവാൻ സാധിക്കുന്നത് എന്നുള്ള ഒരു കാര്യത്തെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ചെറുതായിട്ട് സമ്മറി ആയിട്ട് ഞാൻ പറയാം. ഞാൻ ചോദിച്ച ചില ചോദ്യങ്ങളിൽ സ്നാന വിഷയത്തെ പറ്റിയുള്ള ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 24-ാമത്തെ അധ്യായം അതിന്റെ 44 മുതലുള്ള വാക്യവും, മത്തായിയുടെ സുവിശേഷം 28-ാമത്തെ അധ്യായത്തിൽ 16 മുതൽ 20 വരെയുള്ള വാക്യവും, പിന്നെ അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ കാണുന്ന സ്നാനങ്ങളെ ഒക്കെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അതിനകത്ത് ഗ്രോക്ക് വളരെ കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ പറഞ്ഞതായും എന്തുകൊണ്ട് മാനുഷികമായ ചില ഇടപെടലുകളിൽ കൂടെ ഈ ഒരു സത്യം മറഞ്ഞുപോയി എന്നും ആ ഉള്ള കാര്യമാണ് നമ്മൾ അവിടെ കണ്ടത്. അപ്പോൾ ഇന്ന് ഞാൻ പാസ്റ്റർ ജോയ് ജോസഫിനെ ഇൻവൈറ്റ് ചെയ്യുകയാണ് ഈ അദ്ദേഹത്തിന്റെ അനുഭവം പറയുവാൻ വേണ്ടി. അദ്ദേഹവും ആ ഗ്രോക്ക് AI ചില ചോദ്യങ്ങൾ ചോദിച്ചതിന്റെ എന്താണ് അതിന്റെ റെസ്പോൺസ് ലഭിച്ചതെന്നും അതിൽ കൂടെ എന്താണ് നമുക്ക് ഇന്നത്തെ വിശ്വാസികൾക്ക് കൊടുക്കുവാൻ സാധിക്കുന്ന ആ മെസ്സേജ് എന്താണ് എന്നുള്ള കാര്യമാണ് പാസ്റ്റർ ജോയ് ജോസഫിനെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന വിൻസൻ ബ്രദറിനെയും ജോസ് ഫറീസ് ഭാഷയും നന്ദി അറിയിക്കുന്നു. കേൾവിക്കാരായിരിക്കുന്ന മാന്യ ശ്രോതാക്കൾക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുകയാണ്. വാസ്തവത്തിൽ ഈ സോഫ്റ്റ്വെയറിനെ കുറിച്ച് എനിക്ക് ഒരറിവില്ലായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിലാണല്ലോ ഇത് ആരംഭിച്ച നമ്മുടെ വിൻസൻ ബ്രദർ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഇതിന്റെ ആശയം മനസ്സിലായത്. കാരണം അതിനകത്ത് അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് ചോദ്യങ്ങൾ ഗ്രോക്ക് 3 എന്ന AI സോഫ്റ്റ്വെയറിനോട് ചോദിച്ചു. അതിനകത്ത് ചില ഉത്തരങ്ങൾ നൽകി. അതിൽ വലിയ ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ട്. ചരിത്രപരമായിട്ട് ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ ഗ്രോക്ക് 3 നിന്ന് എനിക്ക് ലഭിക്കാനിടയായി തീർന്നു. എങ്കിലും ഞാൻ ഒരു ഏകദൈവ വിശ്വാസിയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുകയും ആ സ്നാനം മാത്രമാണ് ബൈബിളിലെ സ്നാനത്തിന്റെ ശരിയായിട്ടുള്ള വശം എന്ന് ഗ്രഹിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ നിൽക്കുന്ന വീക്ഷണത്തിലൂടെ ചിലപ്പോൾ സംസാരിച്ചാൽ അത് മറ്റുള്ളവർ അംഗീകരിക്കണം എന്നില്ല. നമുക്കറിയാം, ഏതൊരു വ്യക്തി മതപരമായിട്ടാണെങ്കിലും ഒരു മതം ഒരു ചരിത്രം എഴുതിയാൽ ആ മതത്തിന് അനുയോജ്യമായിട്ടുള്ള നിലകളിലേക്ക് അത് ചാഞ്ഞു പോകുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഒരു ജാതി, ഏതെങ്കിലും ഒരു ഹിന്ദു ആകട്ടെ, ക്രിസ്ത്യൻ ആകട്ടെ, ഇസ്ലാം ആകട്ടെ, അവര് നമ്മുടെ ഇന്ത്യയുടെ ചരിത്രങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ അവരുടെ ജാതിക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യത്തിലൂടെ അനുകൂലമായിട്ടുള്ള നിലകളിൽ അത് പോവുക പതിവാണ്. അത് സ്വാഭാവികമാണ്. അത് മനുഷ്യന്റെ ഒരു ബലഹീനതയെന്നോ ഒക്കെ വേണ്ടി വന്നാൽ പറയാം. എന്നാൽ ഈ ഗ്രോക്കിനെ സംബന്ധിച്ച് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അങ്ങനെയല്ല. ഒരു മതത്തിനു വേണ്ടിയോ ഒരു ജാതിക്ക് വേണ്ടിയോ നിൽക്കുന്ന ഒരു സോഫ്റ്റ്വെയർ അല്ലാത്തത് കൊണ്ട് ചരിത്രപരമായിട്ടുള്ള വ്യക്തമായുള്ള തെളിവുകൾ അതിൽ നിന്ന് ലഭിക്കുന്നു. ഞാൻ കുറച്ച് സമയം ചെലവഴിച്ചപ്പോൾ എനിക്ക് അങ്ങനെ കിട്ടി.
പക്ഷെ ആത്മീയമായിട്ട് അതിന് വിവേചിക്കാൻ, കാരണം ഇത് കഴിഞ്ഞ പ്രാവശ്യം കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ തന്നെ, വിൻസൻ ബ്രദർ പറഞ്ഞ പോലെ തന്നെ, മനുഷ്യൻ പെട്ടെന്ന് മറുപടി പറയുന്ന പോലെ പെട്ടെന്ന് മറുപടി പറയുവാനുള്ള ചില കഴിവുകൾ അതിനുണ്ടെങ്കിലും ആത്മീയമായിട്ടുള്ള വിവേചന വരമോ വിവേചിക്കാനുള്ള കഴിവോ ഈ സോഫ്റ്റ്വെയറിനില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം ദൈവത്തിന്റെ വചനം വ്യാഖ്യാനിക്കേണ്ടത് പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെയാണ്. ഞാൻ പല ചോദ്യങ്ങൾ ചോദിച്ചു, അതിനൊക്കെ ചരിത്രപരമായിട്ട് വ്യക്തമായിട്ടുള്ള മറുപടി കിട്ടി. അതുകൊണ്ട് ഞാൻ പറയുന്നതിന്റെ കാരണം, നിങ്ങളും ഈ ഗ്രോക്ക് 3 എന്ന് പറയുന്ന ഈ സോഫ്റ്റ്വെയർ ഒരിക്കലും ഒരു മതത്തിന് വേണ്ടിയോ ഒരു രാജ്യത്തിന് വേണ്ടിയോ ഒരു വ്യക്തിക്ക് വേണ്ടിയോ അല്ല, ചരിത്രപരമായിട്ട് നല്ല വ്യക്തമായിട്ടുള്ള മറുപടി അത് തരും. അത് കേട്ടിട്ട് നമ്മൾ കാര്യങ്ങൾ നിലപാടിലേക്ക് നമ്മൾ നിലപാടുകൾ എടുക്കുക. അത് കേട്ടതിന് ശേഷം നമ്മൾ പിടിച്ചിരിക്കുന്ന വിശ്വാസം ബൈബിൾ പ്രകാരം ശരിയാണോ എന്ന് ചിന്തിക്കുക. ഞാൻ ഉദാഹരണം, ഇവിടെ തൃത്വോപദേശം സ്ഥാപിച്ച കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയെ കുറിച്ച് ചോദിച്ചു. അദ്ദേഹം ഒരു കൊലപാതകനാണ്, അദ്ദേഹം ഒരു ക്രിസ്ത്യാനി അല്ലായിരുന്നു, അദ്ദേഹം മരണത്തിന് തൊട്ടു മുമ്പാണ് സ്നാനപ്പെട്ടത്, ഒരു കപടവേഷം ധരിച്ച ഒരു ക്രിസ്ത്യാനിയായിരുന്നു, അദ്ദേഹം കൊലപാതകനല്ലായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ആ ഗ്രോക്ക് 3 എന്നുള്ള സോഫ്റ്റ്വെയർ വ്യക്തമായിട്ടുള്ള മറുപടി തന്നു. അദ്ദേഹം കൊന്നിട്ടുള്ള ചിലരുടെ, താൻ ഈ ക്രിസ്തീയ സ്വപ്നം, ഒരു ആകാശത്തിൽ ഒരു കുരിശിന്റെ സ്വപ്നം കണ്ടെന്നും ആ സ്വപ്നം അതനുസരിച്ച് അതിന്റെ അടയാളത്തിൽ യുദ്ധം ചെയ്താൽ ജയിക്കുമെന്നും തനിക്ക് കിട്ടിയെന്നും പറഞ്ഞ് അങ്ങനെ താൻ ക്രിസ്ത്യാനിയായിട്ട് പ്രഖ്യാപിച്ചു. ക്രിസ്തീയ മതത്തെ രാജകീയമാക്കിയ ചരിത്രമൊക്കെ ചോദിച്ചപ്പോൾ വളരെ വ്യക്തത തന്നു. എന്നാൽ അതിന്റെ ഈ ഗ്രോക്കിന്റെ ഒരു പരാജയം ഞാൻ പറഞ്ഞല്ലോ, ആത്മീയമായിട്ടുള്ള വിവേചിച്ച് പറയാനുള്ള കഴിവ് അതിനില്ല. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം ഒന്ന് വ്യക്തമാക്കോ എന്ന് ചോദിച്ചപ്പോൾ അതിന് വ്യക്തമായിട്ടുള്ള മറുപടി, നിങ്ങളൊരു വണ്ണസ്സുകാരനാണെന്ന് തോന്നുന്നു, അതുകൊണ്ട് ഏകദൈവത്തെ കുറിച്ചുള്ള അവരുടെ പഠിപ്പിക്കൽ ഇങ്ങനെയാണ്, തൃത്വവാദികളുടെ പഠിപ്പിക്കൽ ഇങ്ങനെയാണ്, ഇങ്ങനെ 2 പഠിപ്പിക്കലിനെ കുറിച്ച് എടുത്ത് തരിക മാത്രമാണ് ചെയ്തത്. അതുകൊണ്ട് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ നമുക്ക് ചരിത്രപരമായിട്ട് ഒരു വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു സംഭവത്തെക്കുറിച്ച് വ്യക്തമായിട്ട് നമ്മൾ ചോദ്യം ചോദിച്ചാൽ ഒരു മതത്തിന്റെയോ ഒരു രാഷ്ട്രീയത്തിന്റെയോ നിലപാടില്ലാതെ അത് വ്യക്തമായിട്ട് മറുപടി നൽകുന്നതുകൊണ്ട് ഈ സ്നാനത്തെക്കുറിച്ചും തൃത്വമെന്ന ഉപദേശത്തെക്കുറിച്ചും ത്രിയേകമെന്ന് കഴിഞ്ഞ നാളുകളിൽ കത്തോലിക്ക സഭയിലൂടെ കടന്നു വന്ന തൃത്വോപദേശം ദൈവവചനത്തിന് വിരുദ്ധമാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ആത്മീയനിടയായിത്തീരും. കാരണം ഇത് ചരിത്രം പറയുമ്പോൾ ആ ചരിത്രവും ബൈബിളും തമ്മിൽ യോജിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് ഈ ഗ്രോക്ക് 3 എനിക്ക് കിട്ടിയ ചരിത്രപരമായിട്ടുള്ള തെളിവ് ഒരു വ്യാജവും കൂടാതെ പറഞ്ഞത്രയും വ്യക്തമാണ്. എന്നാൽ അതിനേക്കാൾ കൂടുതൽ വിശദീകരണം നമ്മൾ ചോദിച്ചാൽ കിട്ടുമായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഈ അന്ത്യകാലത്ത് ജീവിക്കുമ്പോൾ ഏകദൈവ വിശ്വാസത്തെക്കുറിച്ചും ബൈബിളിന്റെ അടിസ്ഥാന ഉപദേശത്തെക്കുറിച്ചും പഠിക്കാനായിട്ട് ഈ ചരിത്രം വെച്ചുകൊണ്ട് നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. എന്നിട്ട് ബൈബിൾ വെച്ച് ആത്മീയമായിട്ട് വിവേചിച്ച് മുൻപോട്ട് പോയാൽ നമ്മളെ സത്യം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് മ്യൂട്ട് ശരിയായിട്ടില്ല. താങ്ക് യു പാസ്റ്റർ. അപ്പം നമുക്ക് ഇവിടെ കാണുവാൻ സാധിച്ചു, കോൺസ്റ്റന്റൈനെ പറ്റിയുള്ള ചോദ്യം അവിടെ ചോദിച്ചപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം അവിടെ നൽകുവാൻ സാധിച്ചു. ഒരു മതത്തിന്റെ സ്ഥാപകൻ എന്ന നിലയിൽ, അതായത് റോമൻ കത്തോലിക്ക എന്ന് വിളിക്കപ്പെടുന്ന ബൈബിളിൽ ഇല്ലാത്ത ഒരു മതം, ആ മതം സ്ഥാപിക്കപ്പെട്ട സമയത്ത് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യമാണ് ചോദിച്ചത്. ഇതല്ലാതെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവം ഒരുത്തൻ മാത്രമെന്ന് വ്യക്തമായിട്ടുള്ള ചോദ്യം ചോദിച്ചപ്പോൾ അങ്ങനെയാണ്, കറക്റ്റ് ആയിട്ട് ദൈവം ഒരുവൻ ആണ് എന്നുള്ള കാര്യവും അവിടെ ആൻസറിൽ ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പാസ്റ്റർ ചോദിച്ച ആ എക്സിന്റെ ലിങ്ക് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും, ഈ വീഡിയോയുടെ കൂടെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അടുത്തത് ജോസ് പാസ്റ്ററിനോട് ചോദിക്കാൻ ഒരു കാര്യം ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മെറ്റ ഫേസ്ബുക്ക് എന്നുള്ള ആ പ്ലാറ്റ്ഫോമിനെ പറ്റി നമ്മൾ കേട്ടത്
ഗവൺമെന്റ് പരമായിട്ട് പല കാര്യങ്ങളും നമ്മൾ ആ ഫേസ്ബുക്കിന്റെ പോസ്റ്റുകളായാലും മെറ്റ ആയാലും എല്ലാം ഹെവിലി ബയസ്ഡ് ആണ്. ഗവൺമെന്റ് അത് അവർക്ക് ആര് പേ ചെയ്യുന്നു അവർക്ക് വേണ്ടിയാണ് അത് സംസാരിക്കുന്നത് എന്നുള്ള കാര്യമാണ്. അപ്പോഴാണ് ഗ്രോക്ക് 3 നിലവിൽ വരികയും ഗവൺമെന്റിന്റെ പല കാര്യങ്ങൾ ചോദിക്കുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം നൽകുകയും ചെയ്തു എന്നുള്ള ഈ ഒരു റെവലേഷൻ വരുന്നത്. ഇപ്പോൾ അതിനെ സത്യം പറയുവാൻ വേണ്ടി ഓപ്പൺ ആയിട്ട് നിർത്തിയേക്കുവാകുന്നു എന്നുള്ള കാര്യമാണ്. അപ്പം മെട്ടയിൽ പോയി സെർച്ച് ചെയ്തപ്പോൾ ഉണ്ടായ വ്യത്യാസം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ വ്യൂവേഴ്സിന് ഒരു ഗുണമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. നല്ലൊരു ആശയമാണ് ബിൽസൺ ബ്രദർ മുന്നോട്ട് വെച്ചത്. ഞാൻ മെറ്റയില് ചോദ്യങ്ങൾ ചോദിച്ചത് ഒരു 5-6 മാസങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ അന്ന് ചരിത്രത്തിന്റെ അടിസ്ഥാനത്തില് ആദിമസഭ നടത്തി വന്നിരുന്ന ബാപ്റ്റിസം ഏത് നാമത്തിലാണ് എന്നുള്ള ചോദ്യത്തിന് അത് നൽകിയ ഉത്തരം കൃത്യമായിട്ടും നമ്മുടെ എൻസൈക്ലോപീഡിയകളിൽ നൽകിയിരിക്കുന്ന പോലെ ബ്രിട്ടാനിക്കായാലും പിന്നെ കാത്തലിക് എൻസൈക്ലോപീഡിയ തുടങ്ങിയ എൻസൈക്ലോപീഡിയയിൽ നൽകിയിട്ടുള്ള ഡാറ്റ പ്രകാരമുള്ള ഒരു ഉത്തരവാണ് നീ തന്നത്. അതിന്റെ പ്രകാരം ആദിമ ക്രൈസ്തവ സഭ സ്നാനം കഴിപ്പിച്ചിരുന്നത് യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് എന്നുള്ള ഉത്തരം കിട്ടി. പിന്നീട് ഞാൻ ആ വിഷയത്തിൽ ചോദിച്ചിട്ടില്ല. ബിൽസൺ ബ്രദർ സൂചിപ്പിച്ചതുപോലെ ഒരു പ്ലാറ്റ്ഫോം പിന്നീട് ഏത് സമയവും ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ മറ്റ് ഫൈനാൻഷ്യൽ സമ്മർദ്ദത്തിന്റെയോ അടിസ്ഥാനത്തിൽ മാറ്റം വന്നേക്കാം. ഇന്ന് ഗ്രോക്ക് ഇങ്ങനെയാണെങ്കിൽ ഒരു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഈ ഗ്രോക്കും അന്നന്ന് ആ കാലഘട്ടങ്ങളിലെ ഗവൺമെന്റുകളുടെ നിയമത്തിന്റെ അടിസ്ഥാനത്തിലും സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിലും ഒരുപക്ഷെ അതിനകത്തു നിന്നുള്ള ഡാറ്റ ലഭ്യമാകുന്ന ഡാറ്റയ്ക്കും വ്യത്യാസം വന്നേക്കാം. കാരണം ആഫ്റ്റർ ഓൾ ഈ ഡാറ്റ ഇതൊന്നും ജോയ് പാസ് സൂചിപ്പിച്ചതുപോലെ ഒരു സ്വന്തം ബുദ്ധിയുള്ള അല്ലെങ്കിൽ സ്വന്തം ആത്മാവിന്റെ ഒരു പ്രവർത്തനമുള്ള ഒരു പ്ലാറ്റ്ഫോം ഒന്നുമല്ല. ഇതെല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യമായതുകൊണ്ട് ഡാറ്റ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ പെട്ടെന്ന് പ്രോസസ്സ് ചെയ്തിട്ട് ചോദ്യത്തിന് ആപ്റ്റായിട്ടുള്ള ഒരു മറുപടി നമുക്ക് സ്ക്രീനിൽ തരികയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ഇത്തരം പ്ലാറ്റ്ഫോമുകൾ ചെയ്യുന്ന ഒരു കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഇന്ന് ഗ്രോക്കിൽ ലഭിക്കുന്നത് ഒരുപക്ഷെ മെറ്റയിൽ വ്യത്യാസം വന്നിട്ടുണ്ടായിരിക്കും. കാരണം മെറ്റയാണല്ലോ നിലവിലുള്ള ഇത്തരം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ആദ്യത്തെ AI പ്ലാറ്റ്ഫോം. ഗ്രോക്ക് 3 എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് ആയതുകൊണ്ടും പിന്നെ എക്സിന്റെ ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ടും മാർക്ക് സുക്കർബർഗിനെ അപേക്ഷിച്ച് എലോൺ മസ്കിന്റെ താല്പര്യങ്ങൾ വ്യത്യാസമായതുകൊണ്ടും ഒരുപക്ഷെ കുറച്ചുകൂടി ഓതന്റിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഗ്രോക്ക് 3 തരുമായിരിക്കാം. എന്നിരുന്നാലും ഗ്രോക്ക് 3യിലും അതുപോലെ ഇത്തരം ഏത് പ്ലാറ്റ്ഫോമിലും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ലഭിക്കുന്ന ഉത്തരങ്ങൾ എപ്പോഴും അവരുടെ സോഴ്സിൽ ലഭ്യമായ കാര്യങ്ങളാണ്. എന്നാൽ നമ്മൾ പ്രാരംഭത്തിൽ ഈ ഐഡിയ ഷെയർ ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പം പറഞ്ഞതുപോലെ മനുഷ്യർ പറഞ്ഞു കൊടുത്തിട്ടും ബൈബിൾ വായിച്ചു കൊടുത്തിട്ടും വിശ്വസിക്കാൻ കഴിയാത്ത ആളുകൾക്ക് തലച്ചോറുള്ള അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ തലച്ചോറുള്ള ഒരു സ്രോതസ് അല്ലെങ്കിൽ ഒരു സോഴ്സിൽ നിന്ന് ലഭിക്കുന്ന കാര്യങ്ങൾ എങ്കിലും ഒരു ആധികാരിക രേഖയായിട്ട് അംഗീകരിക്കും എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് ഒരുപക്ഷെ ചിന്തിക്കാൻ ഇടയാകുന്ന തരത്തിലാണ് ഗ്രോക്കിന്റെ ഇപ്പോഴുള്ള പ്രവർത്തനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എനിക്കും പറയാനുള്ളത്, നിങ്ങൾ ബൈബിൾ പഠിപ്പിക്കുന്നതോ അല്ലെങ്കിൽ ബൈബിൾ പഠിപ്പിക്കുന്ന യഥാർത്ഥ ദൈവദാസന്മാര് ബൈബിളിൽ പറയപ്പെട്ടിരിക്കുന്ന സ്നാനത്തെ സംബന്ധിച്ചും ഏകദൈവത്തെ സംബന്ധിച്ചുള്ള വസ്തുതാപരമായ ചോദ്യങ്ങൾ നിങ്ങൾ ഒരു വ്യക്തിയായിട്ട് കണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സഭയുടെ പ്രമാണമായിട്ട് കണ്ട് അതിനെ നിങ്ങൾ തള്ളിക്കളയുന്നെങ്കിൽ ബുദ്ധിപരമായി ചിന്തിക്കുന്ന ആളുകൾ എന്ന നിലയിൽ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ഗ്രോക്ക് 3യോട് ചോദിച്ച് ഗ്രോക്ക് 3 നൽകുന്ന ഉത്തരം തീർച്ചയായിട്ടും അത് ഹിസ്റ്റോറിക്കൽ ആയിരിക്കും. അപ്പോ ഹിസ്റ്റോറിക്കലായ കാര്യങ്ങൾ ഒരു പരിധി വരെയും സംശയാലുക്കളായ ആളുകൾക്ക് ഉപകരിക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് ഗ്രോക്ക് 3 നൽകുന്ന മറുപടി സംബന്ധിച്ചുള്ള കുറച്ച് കൂടുതലായ കാര്യങ്ങൾ വരും കാലങ്ങളിൽ അവർക്ക് ലഭിക്കുന്ന അറിവിന്റെ അടിസ്ഥാനത്തിൽ ദേവദാസന്മാരുമായിട്ട് സംസാരിച്ച് അതിൽ ഉറപ്പ് വരുത്താനും അതിലെ ശരിയായ കാര്യത്തെ മനസ്സിലാക്കാനും കഴിയും എന്നാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. പാസ്റ്റർ, അപ്പം നമുക്ക്
ഈ ഇന്ന് വേറെ വിഷയങ്ങൾ ഒന്നും എടുക്കാൻ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയ് പാസ്റ്ററിന് സംസാരിക്കാം. എന്തെങ്കിലും ചെറിയ വിഷയം നമ്മൾ സംസാരിച്ചത് ഇതല്ലാതെ. അല്ല, ജോയ് പാസ്റ്റർ ചോദിച്ച ചോദ്യങ്ങളെ സംബന്ധിച്ചുള്ള ബൈബിളിന്റെ അഭിപ്രായം നമുക്ക് പറയാമല്ലോ. എന്തായാലും ഇത് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഏകദൈവത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ കോൺസ്റ്റന്റൈൻ എങ്ങനെയാണ് ഈ സഭയെ ഇത്തരത്തിൽ മറ്റേ രാഷ്ട്രീയമായിട്ട് കൂട്ടിക്കലർത്തുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ പബ്ലിക് അവയർനെസ്സിന് വേണ്ടി സംസാരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ചോദിച്ച ചോദ്യം വിൽസൺ ബ്രദർ വ്യക്തമാക്കിയിരുന്നു. ഞാനെല്ലാം ആ ചോദ്യം എന്റെ കയ്യിൽ ഇപ്പൊ ഇല്ല, അത് ഇങ്ങനെ കിടക്കുകയാണ്. അത് പഴയ നിയമത്തിൽ മാത്രമല്ല, പുതിയ നിയമത്തിലും ദൈവം ഒരുവൻ എന്ന് പറയുന്നു, അതും പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് ദൈവം ഏകൻ എന്ന് ബൈബിൾ പറയുമ്പോൾ ദൈവം ത്രിയേകൻ എന്ന് ബൈബിൾ നിഷേധികൾ പഠിപ്പിക്കുന്നത്? അതാണ് ആദ്യത്തെ ചോദ്യം ചോദിച്ചിരുന്നത് ആ ശൃംഖലയില്. അതെ അതെ. അപ്പൊ 3 ചോദ്യങ്ങളാണ് അതിനകത്തുള്ളത്. കോൺസ്റ്റന്റൈന്റെ കാര്യം നമുക്ക് സംസാരിക്കാം. കോൺസ്റ്റന്റൈന്റെ സഭയിൽ വന്നത് 2 കൂട്ടരാണ് അവിടെ ഫൈനൽ റൗണ്ടില് ഡിസ്കഷൻ ചെയ്തത്. അപ്പൊ കോൺസ്റ്റന്റൈന്റെ സഭയിൽ നിഖ്യയിൽ നടന്ന 325 AD നടന്ന ഈ ആദ്യത്തെ അവരുടെ സുന്നഹദോസ് എന്ന് പറയുന്നതും അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് നൈസിയ എന്ന് പറയുന്ന ആ ഒരു സംഭവം, അവിടെ രൂപപ്പെട്ട തൃത്വമാണ് പിതാവ്, പുത്രൻ, അമ്മ, പരിശുദ്ധ അമ്മ എന്ന് പറഞ്ഞിട്ടുള്ള തൃത്വമാണ് ആദ്യം അവിടെ രൂപപ്പെട്ടത്. പിന്നീട് 382 നടന്ന സുന്നോദോസിലാണ് അത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവും ദൈവമാണെന്നുള്ള കാര്യം സ്ഥിരീകരിക്കപ്പെടുകയും അത് ഡിസ്കസ് ചെയ്യുകയും ചെയ്തത്. പക്ഷേ മിക്കവാറും ഉള്ള തൃത്വത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പറയുന്നത് അത് ചർച്ച ചെയ്ത് തീർത്ത ഒരു വിഷയമാണ്. തൃത്വം ശരിയാണെന്നും തൃത്വത്തിന്റെ ആ ഒരു കാര്യം വളരെ ചർച്ച നടന്നിട്ട് അത് സഭ കൂടിയിട്ട് 300 AD അതൊക്കെ 325 AD അത് കൂടിയിട്ട് ചർച്ച ചെയ്ത് തീർത്ത വിഷയമാണെന്ന് പറയും. പക്ഷെ നമ്മൾ ചരിത്രപരമായി പോയി നോക്കുമ്പോൾ അവിടെ 2 കൂട്ടരായിരുന്നു വന്നിരുന്നത്. ഒന്ന് തർത്തുല്യന്റെ കൂടെ ഉള്ള ചില ആൾക്കാര്, അവര് തൃത്വം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. പിന്നെ ആരിയൂസ്, അതായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവത്വം നിഷേധിക്കുന്ന ആളായിരുന്നു വന്നിരുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് അവരെ കമ്പയർ ചെയ്യാൻ പറ്റുന്നത് യഹോവ സാക്ഷികളായിട്ടാണ് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നത്. അതായത് പിതാവ് മാത്രം ദൈവം, യേശു ക്രിസ്തു വെറും ഒരു പുത്രൻ അല്ലെങ്കിൽ പ്രവാചകൻ എന്നുള്ള രീതിയിലാണ് അവിടെ ചർച്ച ചെയ്യപ്പെട്ടത്. അപ്പോൾ ഈ 2 ചർച്ചയിൽ ജയിച്ചത് തൃത്വക്കാരാണ്. പക്ഷേ യേശു ക്രിസ്തു തന്നെയാണ് ഏകസത്യ ദൈവം എന്നുള്ള വിഷയം അവിടെ എടുക്കപ്പെട്ടിട്ടില്ല, അവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇന്ന് ബൈബിളിൽ വായിക്കാൻ നമുക്ക് പ്രിന്റ് ചെയ്ത രൂപത്തിൽ ഇന്ന് നമുക്ക് ലഭിച്ച സ്ഥിതിയിൽ നമ്മൾ ആ ചർച്ചയിലാണോ, ആ ചർച്ചയിലുണ്ടായ ഔട്ട്കമ്മിനെയാണോ വിശ്വസിക്കേണ്ടത്, അതോ ഇന്നത്തെ നമ്മൾ ബൈബിൾ നോക്കി എന്താണ് ആദ്യ നൂറ്റാണ്ടിൽ അപ്പോസ്തോലന്മാര് പഠിപ്പിച്ചത്, ഏത് തരം സ്ഥാനമാണ് അവർ പഠിപ്പിച്ചത്, എങ്ങനെയാണ് വിശ്വാസത്തിൽ നിലനിൽക്കേണ്ടതെന്ന് പഠിപ്പിച്ചത്, ദൈവത്വം എന്താണെന്നും ദൈവികത്വത്തിനകത്തുള്ള പല മർമ്മങ്ങൾ അവർ പറഞ്ഞത്, അതിലാണോ നമ്മൾ വിശ്വസിക്കേണ്ടത്, അതോ 325 AD ഈ കൊലപാതകനായ കോൺസ്റ്റന്റൈൻ വിളിച്ചു വരുത്തിയ ആ സുന്നഹദോസില് തീരുമാനിച്ച ചില കാര്യങ്ങൾ, അതും നമ്മൾ പറയാൻ പറ്റും. അപ്പം നമുക്ക് വളരെ കോമഡി ആയിട്ട് തോന്നും. അവർക്ക് 80 വർഷം എടുത്തു, 60 വർഷത്തോളം എടുത്തു പരിശുദ്ധാത്മാവ് ദൈവം തന്നെയാണ് എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാക്കാൻ. അത് വ്യക്തിയാണെന്നാണ് അവര് വേറെ രീതിയിൽ അതിനെ പറഞ്ഞത്. പക്ഷെ 60 വർഷം എടുത്തു അവർക്ക് അതുപോലും കണ്ടുപിടിക്കാൻ. അപ്പൊ അങ്ങനത്തെ ഒരു സുന്നഹദോസിൽ വന്ന തീരുമാനത്തെയാണ് ഇന്ന് ഭൂരിപക്ഷം സഭകളും ഏറ്റുപറയുന്ന ആ വിശ്വാസത്തെയാണ് അവർ കൊണ്ടു നടക്കുന്നത്. പെന്തക്കോസ്ത് എന്ന് പറയുന്ന സമൂഹമാണെങ്കിൽ മുതിർന്ന സ്നാനം, ശിശു സ്നാനത്തിന്റെ പകരം മുതിർന്ന സ്നാനം എന്ന് പറയുമ്പോൾ തന്നെ നാമമറിയാത്ത ഒരു ശിശു സ്നാനം എന്ന് നമുക്ക് പറയാൻ പറ്റും അതിനെപ്പറ്റി. അപ്പം നമുക്ക് ഈ ഒരു വിഷയം ഇന്ന് ചർച്ച ചെയ്യാം. കോൺസ്റ്റന്റൈന്റെ സഭയിൽ രൂപപ്പെട്ട ഈ തൃത്വ മതം അല്ലെങ്കിൽ റോമൻ കത്തോലിക്ക എന്ന് പറഞ്ഞ ആ സഭയിൽ കൂടെ വന്നിരിക്കുന്ന പല സഭകളെ പറ്റി സംസാരിക്കും. ജോയ് പാസ്റ്റർ.
കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ കുസ്തന്തീനോസിലൂടെ അല്ലെങ്കിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയിലൂടെ AD 325 നിലവിൽ വന്ന ആ തൃത്വോപദേശം, അതിനു മുൻപ് ആദിമ നൂറ്റാണ്ടിൽ അപ്പോസ്റ്റലന്മാരുടെ ഇടയിൽ അതൊരിക്കലും അങ്ങനെ ഒരു പ്രചാരണമില്ലായിരുന്നു. അതിനുശേഷം വന്ന തൃത്വോപദേശം വാസ്തവത്തിൽ ഇന്ന് ജനത്തിലേക്ക്, ക്രൈസ്തവ സമൂഹത്തെ കാർന്നു തിന്നു. ഒരു വിഭാഗം, ഭൂരിപക്ഷം ആൾക്കാർ എന്ന് പറയാം, കത്തോലിക്കർ തുടങ്ങി പെന്തക്കോസുകാർ വരെ ബൈബിൾ പറയുന്ന പ്രകാരം ആ ഉപദേശത്തിന് അടിമകളാണ്. നിഷ്പക്ഷമായി ചിന്തിക്കുകയോ ഒരു സ്വതന്ത്ര ചിന്തയിലേക്ക് വരികയോ ചെയ്യാത്ത വിധം കത്തോലിക്ക തുടങ്ങി പെന്തക്കോസുകാർ വരെ കത്തോലിക്കയെ സംബന്ധിച്ച് ബൈബിള് നമ്മൾ വായിക്കുന്ന അവസരത്തില് വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, മഹദിയാം ബാബിലോൺ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വേശ്യമാരുടെ മാതാവ് എന്നവിടെ പറയുന്നുണ്ട്. അതേ കത്തോലിക്ക ബൈബിൾ അടിഭാഗത്ത് വേശ്യാവൃത്തി വിഗ്രഹാരാധനയെ സൂചിപ്പിക്കുന്നു, ഇത് റോമ സഭയെ സൂചിപ്പിക്കുന്നു എന്നവിടെ വ്യക്തമാകുന്നുണ്ട്. അപ്പോ കത്തോലിക്ക സഭയിലൂടെ വന്ന ഈ ഉപദേശം സ്ഥാപിച്ചെടുത്ത കുസ്തന്തീനോസ് AD 325 സ്ഥാപിച്ച നിക്കിയ സുന്നോദോസിൽ സ്ഥാപിച്ച ഈ ഉപദേശം കത്തോലിക്ക സഭയിലൂടെയാണ്. അതാണല്ലോ മാതാവെന്ന് പറയുന്നത്, വേശ്യമാരുടെ മാതാവ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ മാതാവിനെ, ആ ഉപദേശം കൈക്കൊണ്ടിട്ടുള്ളവരെല്ലാം ആ മാതാവിന്റെ സന്തതികളാണ്. അതിവിടുത്തെ കത്തോലിക്കര് മുതൽ പെന്തക്കോസ് വരെ മറ്റുള്ള എല്ലാ സഭയും, യാക്കോവയാകട്ടെ, മർത്തോമയാകട്ടെ, CSI ആകട്ടെ, ഇന്ന് പെന്തക്കോസുകാർ മൊത്തമാകട്ടെ, അവരെല്ലാം ഈ സ്ത്രീയുടെ ഉപദേശത്തിൽ, ബൈബിൾ പഠിപ്പിക്കുന്ന സ്ത്രീയുടെ ഉപദേശത്തിൽ വഴുതിപ്പോയി എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇതിന് വ്യക്തമായിട്ടുള്ള ഒരു തെളിവ് തരാനായിട്ട് ബൈബിളിന് മാത്രമേ കഴിയൂ. കാരണം ഞങ്ങള് ഗ്രോക്ക് 3യോട് ചോദിച്ചപ്പോഴും അവര് തൃത്വവാദികൾ ഇങ്ങനെ പറയുന്നു, അതുപോലെ തന്നെ ഏകത്വവാദികൾ ഇങ്ങനെ പറയുന്നു എന്ന് പറയുന്നതല്ലാതെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു മറുപടി അവിടെയും കിട്ടുന്നില്ല. ചരിത്രപരമായിട്ട് അവർ പറയുന്നത് ശരിയാണ് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ ഈ സഭകളിലെല്ലാം ഈ ദുരുപദേശം, കത്തോലിക്ക തുടങ്ങി പെന്തക്കോസ് വരെയുള്ള സഭകളിൽ ഈ വ്യാജ ഉപദേശം, ഈ ദുരുപദേശം നുഴഞ്ഞു കയറിയിരിക്കുന്നു. അതാണ് നിങ്ങൾ സ്ത്രീകളോട് മാലിന്യപ്പെടാത്തവർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്ത്രീകൾ ആരാണെന്ന് ബൈബിൾ സംബന്ധമായിട്ട് നമ്മൾ വളരെ പഠിക്കേണ്ടതാണ്. അത് ഇവിടുത്തെ പെന്തക്കോസുകാരെല്ലാം പറയും, സ്ത്രീ ആരാണെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മാലിന്യപ്പെടുക എന്ന് പറഞ്ഞാൽ അവളിലൂടെ വന്നിട്ടുള്ള വിഗ്രഹാരാധനയാകട്ടെ, തൃത്വോപദേശമാകട്ടെ, ത്രിയേകോപദേശമാകട്ടെ, ഇതിനോടൊന്നും മാലിന്യപ്പെടാതെ, അതൊക്കെ മലിനതയാണ്. ആ മാലിന്യത്തിൽ പെടാതെ നിൽക്കുന്ന ഏതോ ഒരു സഭയുണ്ട്, ഏതോ വ്യക്തികളുണ്ട്, അതാണ് ദൈവസഭ എന്ന് പറയുന്നത്. അപ്പോൾ ഈ തൃത്വോപദേശവും ത്രിയേകോപദേശവും സത്യത്തിൽ ഒരു വ്യാജോപദേശമാണ്. അത് തൃത്തുല്യനിലൂടെ കടന്നു വന്ന് കുസ്തന്തീനോസിന്റെ കാലത്ത് അതൊരു അടിസ്ഥാന ഉപദേശമായിട്ട് അവർ പല ചർച്ചകൾ നടത്തി. ആ ചർച്ചകളിൽ ഏറ്റുമുട്ടൽ നടന്നു. ഇപ്പോൾ വിൻസെന്റ് ബ്രദർ അത് വ്യക്തമാക്കിയല്ലോ. അവിടെ യേശു നാമക്കാരും ഏകദൈവ വിശ്വാസി, യേശു ദൈവമാണെന്ന് പഠിപ്പിക്കുന്ന ഗ്രൂപ്പ് ഇല്ലായിരുന്നു. അവിടെ അറിയൂസ് മതക്കാരും അതുപോലെ തന്നെ അങ്ങനെയുള്ള 2 മതങ്ങൾ മാത്രമാണ് അവിടെ തമ്മിൽ ഏറ്റുമുട്ടല്. അതിൽ തൃത്വക്കാര് വിജയിച്ചു എന്നുള്ളതാണ്. എന്നാൽ ഈ 2 മതങ്ങളിലും പെടാത്ത ഒന്നാണ് സഭ. സഭ എന്ന് പറഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തി 2:38 അടിസ്ഥാനത്തിലും വിശുദ്ധ ബൈബിളിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പഠിപ്പിക്കുന്ന ഏകദൈവ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലും വിശുദ്ധ ജീവിതം നയിച്ച്, അഥവാ പരിശുദ്ധാത്മാവിന് വിധേയമായി മുൻപോട്ട് പോകുന്നതാണ് ദൈവസഭ. ആ സഭയിൽ ലേക്ക് അനേകർ ഈ അന്ത്യകാലത്ത് പ്രവേശിക്കണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് ഞങ്ങൾ ചരിത്രം കുറച്ചെങ്കിലും വ്യക്തമാക്കി തരുന്ന ഈ ഗ്രോക്ക് 3യിലൂടെയും അല്ലെങ്കിൽ ഈ സോഫ്റ്റ്വെയറിലൂടെയൊക്കെ ചില തെളിവുകൾ തരുന്നത് എന്ന് മാന്യ ശ്രോതാക്കളെ ഞാൻ അറിയിക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ജോസ് പാസ്റ്റർ എന്തെങ്കിലും ആഡ് ചെയ്യുന്നു? അല്ല, ജോയ് പാസ്റ്റർ വളരെ വ്യക്തമായിട്ട് ആ കാര്യത്തെ സംസാരിച്ചിട്ടുണ്ട്. എങ്കിലും നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം, യഥാർത്ഥ സഭ, ഏകദൈവ വിശ്വാസത്തിലുള്ള യഥാർത്ഥ സഭ പാപങ്ങളുടെ മോചനത്തിന്
സ്നാനം യേശുക്രിസ്തു നാമത്തിൽ കൊടുത്തിരുന്ന സഭയും പിന്നെ നമ്മള് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ റോമിൽ ആരംഭിക്കപ്പെട്ട സഭയും തമ്മിൽ നമുക്ക് അറിയാം ആ ചരിത്രപരമായും പിന്നെ സ്ഥലത്തിന്റെ അല്ലെങ്കിൽ ടെറിട്ടോറിയൽ വൈസിലും വളരെ അന്തരമുണ്ടായിരുന്നു നമുക്കറിയാം. എന്നാൽ ആ കാലഘട്ടങ്ങളിലെല്ലാം യെരുസലേം അടക്കമുള്ള പ്രദേശങ്ങൾ മുഴുവനും റോമൻ കോളനികളായിരുന്നു. എന്നാൽ നമുക്കറിയാം പെർവേർട്ട് ചെയ്ത അല്ലെങ്കിൽ മലിനമാക്കപ്പെട്ട സഭ ആരംഭിക്കപ്പെടുന്നത് റോമിലാണ്. ആ കാലഘട്ടങ്ങളിൽ നമുക്കറിയാം വളരെ ഉപായത്തിലാണ് ഈ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്തു മതത്തിലേക്ക് വരുന്നത്. ക്രൈസ്തവ മതം 1, 2, 3 നൂറ്റാണ്ടുകൾ പിന്നിട്ടപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത് പോലെ സഭയ്ക്കുള്ളിൽ മെല്ലെ മെല്ലെ ദുരുപദേശങ്ങളുടെ ചെന്നായ്ക്കൾ നുഴഞ്ഞു കയറി സഭ ഏകവും ശ്ലൈഹികവുമായ ആ സഭയിൽ പലവിധമായ ഉപദേശ പെശകുകൾ സംഭവിച്ചു വരികയും എന്നാൽ യഥാർത്ഥ സത്യവിശ്വാസികൾ സത്യത്തിനു വേണ്ടി നിൽക്കുമ്പോൾ അവരെ ഉപദ്രവിച്ചുകൊണ്ടാണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി സഭ ഏതാണ്ട് ഹൈജാക്ക് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായത്. അപ്പൊ ആ കാലഘട്ടങ്ങളിൽ വലിയ ഉപദ്രവം നേരിട്ടിരുന്ന അന്നത്തെ ക്രൈസ്തവ സഭ, യഥാർത്ഥ അപ്പസ്തോലിക പാരമ്പര്യമുള്ള സഭ, പക്ഷെ 1-2 നൂറ്റാണ്ടുകൾ പിന്നിടുമ്പോഴേക്കും നമുക്കറിയാം ഏതൊരു സഭയ്ക്കും അല്ലെങ്കിൽ ഏതൊരു പ്രസ്ഥാനത്തിനും, ഇവൻ ലോകത്തിലുള്ള ഏത് പ്രസ്ഥാനം എടുത്തു കഴിഞ്ഞാലും അതിന്റെ ആദ്യത്തെ മിഷണറീസിന് അല്ലെങ്കിൽ ദാർശനികന്മാർക്കുള്ള കാഴ്ചപ്പാടുകൾ തലമുറയിലേക്ക് വരുമ്പോൾ ഉണ്ടാവത്തില്ല. തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട് വന്നപ്പോൾ നേരിട്ട് അപ്പോസ്തലന്മാരിൽ നിന്നും നേരിട്ട് ക്രിസ്തുവിൽ നിന്നും ദൈവവചനം സ്വീകരിച്ച ആളുകൾക്ക് അവരുടെ പിന്മുറ 3, 4, 5 തലമുറകളിലേക്ക് വന്നപ്പോഴേക്കും അവരുടെ വിശ്വാസം ഉപദ്രവം നിമിത്തം അവർ പലപ്പോഴും കോംപ്രമൈസ് ചെയ്തുകൊണ്ടാണ് ഈ ദുരുപദേശങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോ ദൈവത്തെ സംബന്ധിച്ചായാലും സ്നാനത്തെ സംബന്ധിച്ചായാലും ഇങ്ങനെ എല്ലാത്തരം ഉപദേശങ്ങളിലും ഒരു വലിയ ഉപദ്രവം നേരിട്ടു കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് കോൺസ്റ്റന്റൈൻ വളരെ തന്ത്രപരമായിട്ടാണ് സഭയിലേക്ക് വരുന്നത്. ഞാനും ക്രിസ്ത്യാനിയാണ്, നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം, നമുക്ക് വലിയ വലിയ ആരാധനാലയങ്ങൾ ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് വലിയ പള്ളികളും ഇന്ന് നമ്മൾ കാണുന്ന പോലെ വലിയ സെന്റ് പീറ്റേഴ്സ് ബസലിക്ക പോലുള്ള സംവിധാനങ്ങളും ഒക്കെയും അവർക്ക് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഭീഷണിപ്പെടുത്തുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്ന ആൾ തന്നെ തങ്ങൾ വിശ്വസിക്കുന്ന സഭയിലേക്ക് കടന്നു വരുന്നു എന്നുള്ള വാർത്ത അന്നത്തെ ക്രൈസ്തവ വിശ്വാസികൾ ഒരു 2, 3, 4, 5 തലമുറകൾ പിന്നിടുമ്പോഴേക്കും അവർക്കത് വലിയൊരു ആശ്വാസ വർത്തമാനമായിരുന്നു. ഈ വന്നയാളുടെ പദവി മാത്രമേ അവർ നോക്കിയുള്ളൂ. അയാളൊരു കൊലപാതകയാണെന്നോ അയാളുടെ വരവിന്റെ ഉദ്ദേശം ശരിയാണോ ഇല്ലയോ എന്നൊന്നും വിചാരിച്ചില്ല. കാരണം അയാളുടെ അധികാരത്തിന്റെ പദവിയുടെയും കീഴിൽ അന്നത്തെ സഭ ഏതാണ്ട് ഞെരിഞ്ഞമരുകയും അത് പിന്നീട് വിപരീത ഉപദേശങ്ങൾ പഠിപ്പിക്കുന്ന പ്രസ്ഥാനമായി തീരുകയും ചെയ്തു. അങ്ങനെയാണ് നമ്മൾ ഈ ട്രിനിറ്റി എന്ന് പറയുന്ന ഒരു ഉപദേശം സ്ഥാപിക്കപ്പെട്ട് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ പെന്തക്കോസ്തുകാർക്കും അല്ലെങ്കിൽ ഇന്നുള്ള ഏതൊരു സഭയ്ക്കും അവരുടെ ഒരു ട്രഡീഷൻ അല്ലെങ്കിൽ ഒരു പാരമ്പര്യം അവര് പരിശോധിക്കുകയാണെങ്കിൽ അതിന്റെ ആരംഭം AD 325 നിൽക്കും. എന്നാൽ ബൈബിൾ പറയുന്ന ക്രിസ്ത്യാനിറ്റിയുടെയും ദൈവവിശ്വാസത്തിന്റെയും പാരമ്പര്യം എന്ന് പറയുന്നത് നമുക്കറിയാം, അത് യെരുസലേമാണ് ക്രൈസ്തവ സഭയുടെ ഈറ്റില്ലം. ഇത് രണ്ടും വളരെ വ്യക്തമായി ഞങ്ങളുടെ ശ്രോതാക്കൾ ഇത് ശ്രദ്ധിക്കും എന്ന് ഞങ്ങൾ വിചാരിക്കുകയാണ്. യഥാർത്ഥ ക്രൈസ്തവ സഭ ആരംഭിക്കപ്പെട്ടത് യെരുസലേമിലാണ്. ആദ്യം അതിലേക്ക് കടന്നു വന്നവർ തന്നെ ഇസ്രായേൽ ജനതയിൽ നിന്നുമുള്ള ഒരു 3000 പേര് കടന്നു വന്ന വഴിയാണ് ക്രൈസ്തവ സഭ ആരംഭിക്കപ്പെടുന്നത്. ആ ക്രൈസ്തവ സഭയെ സംബന്ധിച്ചാണ് ഗ്രോക്ത്രി പോലും പറയുന്നത് പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ദൈവം ഏകനാണെന്നുള്ള പ്രതിപാദ്യ വിഷയങ്ങൾ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ തന്നെ മറ്റൊരു സോഴ്സിൽ നിന്നും ത്രിത്വവാദികൾ ഇങ്ങനെ പറയുന്നു, ഏകത്വവാദികൾ ഇങ്ങനെ പറയുന്നു എന്നുള്ള സാമാന്യമായ ഒരു വിശദീകരണം അവരുടെ ഈ പ്ലാറ്റ്ഫോം നൽകുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും JC&TSDയുടെ പ്രവർത്തകർ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് മെറ്റയാകട്ടെ ഗ്രോക്ത്രി ആകട്ടെ ഒരുപക്ഷെ ഇനി നാളുകളിൽ വരാൻ പോകുന്ന ഏത് AI പ്ലാറ്റ്ഫോം ആകട്ടെ, ഒരു AI പ്ലാറ്റ്ഫോമിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ കൊണ്ട് നമുക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയില്ല. രക്ഷയ്ക്കായി നമുക്ക് മാറ്റമില്ലാത്ത തിരുവെഴുത്തുകൾ നമുക്ക് ദൈവം കൈവശം എഴുതി തന്നിട്ടുണ്ട്. ഇന്ന് ലോകത്തിൽ ലിപി ഉള്ളതും ലിപി ഇല്ലാത്തതുമായ എല്ലാ ഭാഷകളിലും ദൈവവചനം അച്ചടിച്ച് പ്രിന്റ് ചെയ്ത് എല്ലാവരുടെ കൈകളിലും
ചുരുങ്ങിയ വിലയിൽ എത്തുന്ന സംവിധാനത്തിലെത്തിയിട്ടുണ്ട്. ഒരു ഇൻഫർമേഷന്റെ ഒരു താക്കോൽ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു സോഴ്സ് എന്നുള്ള നിലയിൽ ഇത്തരം പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ അത് ആധികാരികമല്ല. അതിന്റെ ആധികാരികതയ്ക്ക് വേണ്ടി നിങ്ങൾ തിരുവെഴുത്തുകൾ തന്നെ പരിശോധിക്കണം. ഒപ്പം ചരിത്രപരമായി ദൈവസഭയുടെ ആരംഭം എവിടെയായിരുന്നു, എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം കൂടി നിങ്ങൾ പരിശോധിക്കണം. അങ്ങനെ പരിശോധിച്ച് മാത്രമേ നിത്യജീവനെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു നിഗമനത്തിൽ എത്താൻ നിങ്ങൾക്ക് കഴിയുകയുള്ളൂ എന്നുകൂടി ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാന് ഇംഗ്ലീഷിൽ ചോദിച്ച ഒരു ചോദ്യം, അതിന്റെ ലിങ്ക് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ചോദിച്ച ഒരു ചോദ്യം ഇങ്ങനെയായിരുന്നു: എന്തുകൊണ്ടാണ് ഭൂരിപക്ഷം സഭകളും ഈ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന സ്ഥാനനാമത്തിന്റെ ഇത് പറഞ്ഞിട്ട് ഉരുവിട്ടിട്ട് ആ നാമം വെളിപ്പെടുത്താതെ സ്നാനപ്പെടുത്തുന്നു എന്നുള്ള ഒരു ചോദ്യമായിരുന്നു. അത് ഇംഗ്ലീഷിലുണ്ട്. അതിന്റെ ലിങ്ക് കഴിഞ്ഞ വീഡിയോയുടെ ഇതിൽ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവര് അതിനകത്ത് സൂചിപ്പിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആ മോഡലാണ് കൂടുതൽ പ്രോഫിറ്റബിൾ, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറയുക ദൈവം ഏകനാണ്, യേശു ക്രിസ്തുവിൽ ദൈവത്തിന്റെ സകല സമ്പൂർണ്ണ ദൈവം, അതിനകത്ത് ഒരു ഇതുമില്ല, വചനത്തിനകത്ത് അതുണ്ട്, അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണ്ണത. ഇതിനകത്തൊന്നും വലുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു കാര്യമില്ല. പക്ഷേ ലോകർ നോക്കുന്നത് എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യം, തിയോളജി പഠിച്ചിട്ട് 3 വർഷം 4 വർഷം പോയിട്ട് പഠിക്കുന്ന കാര്യമാണ് അവർക്ക് കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആവുന്നത്. നമ്പർ 1. രണ്ടാമത്, അവര് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ നോക്കുന്നു, റോമൻ കാത്തോലിക്ക ആണെങ്കിൽ 8 ദിവസം കൊണ്ട് സ്നാനം കൊടുക്കുന്നു. അത് തന്നെ ഇച്ചിരി മോഡിഫൈ ചെയ്തിട്ട് നമ്മുടെ ആംഗ്ലിക്കൻ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഒരു 40 ദിവസം 50 ദിവസം ആകുമ്പോഴത്തേക്ക് സ്നാനം കൊടുക്കുന്നു. അപ്പോഴേ ഈ ജനിച്ചു വീഴുന്ന ആൾക്കാരിൽ നിന്നും ജനിച്ചു വീഴുന്ന എല്ലാവരും ക്രിസ്ത്യാനികളായി കഴിഞ്ഞു. പെന്തക്കോസ്ത് ആണെങ്കിൽ ഒരു 17 വയസ്സ് 16 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് സ്നാനം കൊടുക്കും. നമ്മളെ സംബന്ധിച്ചോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വ്യക്തി എന്ന് വരെ ഏകദൈവ വിശ്വാസം, അതായത് കർത്താവായ യേശു ക്രിസ്തു തന്നെ ഏകസത്യ ദൈവം എന്നും പിന്നെ കർത്താവിന്റെ നാമം യേശു ക്രിസ്തു ആണെന്നും വാമൊഴിയാൽ ഏറ്റു പറയാതെ ഒരിക്കലും നമ്മൾ അതിനെ സ്നാനത്തെ നമ്മൾ കൊടുക്കുന്നില്ല. പക്ഷെ ഇതൊരു പ്രോഫിറ്റബിൾ മോഡൽ അല്ല. നമ്മൾ കാണുന്നു ആൾക്കൂട്ടം വളരെ കുറവാണ്. അപ്പൊ ആൾക്കൂട്ടം കൂടുന്നത് കൊണ്ട് ആ പ്രോഫിറ്റബിൾ മോഡൽ ആയതുകൊണ്ടാണ് അതിനെ അവര് ഫോളോ ചെയ്യുന്നെന്നുള്ള ഉത്തരമാണ് അവിടെ കിട്ടിയത്. അത് ഇംഗ്ലീഷിൽ അവിടെ ഉണ്ട്, പോയി കാണാവുന്നതാണ്. ഇതിനെപ്പറ്റി എന്തെങ്കിലും കാര്യം പറയാനുണ്ടോ പാസ്റ്റർ ജോയ്? വാസ്തവത്തില് ഈ ചോദ്യങ്ങൾക്ക് യഥാർത്ഥത്തിൽ മറുപടി നമ്മുടെ ജോസോറിസ് മാസ്റ്ററിൽ നിന്നും നമുക്ക് കിട്ടി, നല്ലൊരു മറുപടി. യഥാർത്ഥത്തിൽ ഈ സ്ഥാനനാമങ്ങൾ അത് ഞാനും ചോദിച്ചു, പക്ഷേ അതിന് വ്യക്തമായിട്ടൊരു മറുപടി കിട്ടിയില്ല. സ്ഥാനനാമങ്ങൾ എന്നുള്ള ആ ചോദ്യത്തിന് ഞാൻ ചോദിച്ചത് ഇംഗ്ലീഷിലായിരുന്നു. അതിന് കുറച്ചുകൂടെ ഒരു ക്ലിയർ ആയിട്ടുള്ള ആൻസർ അവിടെ ഉണ്ട് ആക്ച്വലി. ഇംഗ്ലീഷിൽ ചോദിച്ചപ്പോൾ അത് പറഞ്ഞത് ഇതാണ്: അത് പ്രോഫിറ്റബിൾ, അതായത് ലാഭകരമായ ഒരു മോഡലാണെന്നാണ് പറയുന്നത്. ലാഭകരമായ മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, വിശ്വാസികളെ അവിടെ ജനിച്ചു വീഴുന്ന എല്ലാവരും ആ മതത്തിലേക്ക് ചേരുകയാണ്. നമ്മളെ സംബന്ധിച്ചോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലപ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ ജനിക്കുന്ന പലരും ചിലപ്പം പല വേറെ സഭകളിൽ പോയാൽ അവരുടെ ഇഷ്ടം പോലെ പോകുന്നു എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവർ മാത്രമേ ഉള്ളൂ നമ്മളോട് കൂടെ ചേരുകയും നമ്മുടെ കൂടെ ആയിത്തീരുന്നത്. പക്ഷെ അത് നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഫിറ്റിന് വേണ്ടിയുള്ള ഒരു മോഡൽ അല്ല. സത്യത്തിൽ ഭൂരിപക്ഷം നോക്കിയല്ല സത്യസഭ ദൈവം കാണും. ഭൂരിപക്ഷം ഏത് പക്ഷത്താണോ അതാണ് വലിയ ഉണർവും വലിയ സംവിധാനങ്ങളും എന്ന് ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നു. ദൈവം ഒരു വ്യക്തിയെ നോക്കിയാണ്, കർത്താവായ യേശു ആണെങ്കിലും ഒരു ശമര്യക്കാരെ സ്ത്രീയെ മാത്രം നോക്കി വളരെ ദൂരം സഞ്ചരിച്ചു. അതുപോലെ തന്നെ ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒരു വ്യക്തി സമൂഹത്തെ നോക്കിക്കൊണ്ട് ദൈവം ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഭൂരിപക്ഷം പേര് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുമ്പോഴും തിരുവചനം എല്ലാം വായിക്കുന്ന അവസരത്തിൽ ഭൂരിപക്ഷം മറുഭാഗത്തായിരുന്നു. മറ്റവർക്ക് ചുരുക്കം, വിളിക്കപ്പെട്ടവർ അനേകരാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമാണ്.
ആ തിരഞ്ഞെടുക്കപ്പെട്ട ചുരുക്കം എന്ന് പറയുന്ന ഏകദൈവത്തിന്റെ വിശ്വാസത്തിൽ നമ്മുടെ വിൽസൺ ബ്രദർ പറഞ്ഞതുപോലെ തന്നെ യഥാർത്ഥ മാനസാന്തരം ഒരു വ്യക്തിയിൽ ഉണ്ടാകണമെങ്കിൽ ഒന്നാമത് അവൻ യേശുക്രിസ്തുവിനെ ദൈവമായിട്ട് കർത്താവായി അവൻ പൂർണ്ണമായി അംഗീകരിക്കുക എന്നുള്ളതാണ്. യേശുക്രിസ്തുവിനെ കർത്താവായി അംഗീകരിച്ച് കഴിഞ്ഞാൽ അവൻ മാനസാന്തരപ്പെട്ടവൻ. കാരണം അവന് പിന്നെ മറ്റൊരു ദ്രവ്യാഗ്രഹത്തിനോ വ്യഭിചാരത്തിനോ ദുർമാർഗത്തിനോ അധികാരമോഹത്തിനോ മറ്റുള്ള സംഘടനകളിൽ ഏറ്റുമുട്ടലുകൾക്കോ അവന് പോകാൻ കഴിയില്ല. അവനൊരു സംഘടനയ്ക്ക് വേണ്ടി നിൽക്കുന്നവനല്ല. അതിന്റെ അടിസ്ഥാനം ഏക ദൈവം, അത് കർത്താവായ യേശുക്രിസ്തുവാണെന്ന് ഹൃദയത്തിൽ നീ നിന്റെ വായ് കൊണ്ട് ഏറ്റുപറയുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടുമെന്ന് ആണ്. അതാണ് ദൈവസഭയുടെ വ്യവസ്ഥ. ഭൂരിപക്ഷമല്ല അവിടെ പ്രധാനം. നീ വ്യക്തിപരമായിട്ട് യേശുവിനെ അംഗീകരിക്കുന്നു എന്നുള്ളത് പ്രത്യേകിച്ച് വീണ്ടും സൂചിപ്പിക്കുകയാണ്. പാസ്റ്റർ ജോസ് എന്തെങ്കിലും ആഡ് ചെയ്യുന്നോ അതിനകത്ത്? അല്ല, അത് വിൽസൺ ബ്രദർ പറഞ്ഞ പോലെ പ്രോഫിറ്റബിൾ. ഇന്ന് എനിക്കിവിടെ ഒരു ദേവദാസൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, നമ്മുടെ ഗ്രൂപ്പിലുണ്ട് ഒരു സിയാദ് മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ പണ്ട് ചേർത്തിരുന്നാണ്. ഇവിടെ ഒരു സ്ട്രീറ്റ് ഇവാഞ്ചലിസ്റ്റ് ആണ്. അപ്പൊ അദ്ദേഹം ഒരു 17 വർഷം ബ്രദറൻകാരുടെ കൂടെയായിരുന്നു. പക്ഷെ ഈ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്ത് വന്നിരിക്കുന്ന ആളുകളിൽ ഷമീർ കൊല്ലം അങ്ങനെയുള്ള ആളുകളെ അപേക്ഷിച്ച് ഇയാൾ വളരെ ഇന്നസെന്റ് ആണ്. ഇയാൾക്കൊരു വിഷൻ ഉണ്ട്. ആരുമായിട്ട് ചേർന്നല്ല, സ്വന്തം നിലയിലാണ് ഇയാള് ജനങ്ങൾക്ക്, പാവപ്പെട്ടവർക്ക് എല്ലാ ദിവസവും ഒരു നേരത്തെ ഒരു 10-25 പേർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കും, ഈ മാർക്കറ്റിലൊക്കെ കിടന്നുറങ്ങുന്നവരെ വിളിച്ച്. പിന്നെ അതുപോലെ തന്നെ സുവിശേഷം അറിയിക്കും. അപ്പൊ അദ്ദേഹത്തിന്റെ ഞാൻ കുറച്ച് നാളായിട്ട് വാച്ച് ചെയ്തതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം വിളിച്ചപ്പോൾ അദ്ദേഹം വന്നു ഇന്ന് വൈകുന്നേരം. അപ്പൊ ഞാൻ ജോയ് പാസ്റ്ററോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം എന്നെ വിളിക്കുന്നത്. ഞാനിവിടെ അടുത്തെത്തി. അതുകൊണ്ടാണ് ഞാൻ ജോയ് പാസ്റ്റർ പിന്നെ വിളിക്കാന്ന് പറഞ്ഞത്. പിന്നെ അദ്ദേഹം ഒരു 1.25 മണിക്കൂർ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഷമീർ അടക്കമുള്ള ആളുകൾ ഇവർ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ളതാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് അവരെല്ലാം ഇന്ന് ആളുകളെ ചിരിപ്പിക്കുകയും രസം പറയുകയും പിന്നെ സമ്പത്തും, നീ ഒന്നും ഉണ്ടാക്കിയില്ല, ഞാൻ ഇതിനകം എത്ര രാജ്യങ്ങളിൽ പോയി എന്ന് നിനക്കറിയാവോടാ എന്ന് ഇദ്ദേഹത്തോട് ഷമീർ ചോദിച്ചു. നീ എവിടെയും പോയിട്ടില്ലോ, നീ ഈ കോട്ടയം ഈ കേരളത്തിൽ ഉള്ള കറക്കമല്ലേ ഉള്ളൂ, നിനക്ക് എന്തുണ്ടെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, ഞാൻ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച് ഇതിലേക്ക് വന്നതല്ല, അതിനുവേണ്ടി ഞാൻ എന്നും കോംപ്രമൈസ് ചെയ്യുന്നതല്ല. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ഇന്ന് ഏകദൈവത്തെ കുറിച്ചുള്ള കുറെ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ സംശയങ്ങളൊക്കെ ഒരു 1.25 മണിക്കൂർ സംസാരിച്ചു. അപ്പൊ അദ്ദേഹം പറയുന്ന ഇതാണ്, ഈ ഭൂരിഭാഗം വരുന്ന ആളുകൾ കത്തോലിക്ക മുതൽ പെന്തക്കോസ്ത് വരെ ആളുകൾ ത്രിയേക ദൈവം വിശ്വസിക്കുന്നു, അവർ ആ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, അവരെല്ലാവരും നശിച്ചു പോകുമോ, അങ്ങനെ നശിച്ചു പോകാൻ കഴിയുമോ എന്നൊക്കെയുള്ള സംശയങ്ങളാണ്. അപ്പൊ ഈ പ്രോഫിറ്റബിലിറ്റി എന്നുള്ളതിനെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ ഈ ചോദ്യം നമ്മൾ എപ്പോഴും അഭിമുഖീകരിക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം ആളുകൾ ചോദിക്കും, നിങ്ങളുടെ കൂടെ എത്ര പേരുണ്ട്? അപ്പോൾ ബൈബിൾ പറയുന്നത് മുൻ നിയമച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചു എന്നാണ്. അപ്പം ആ ഒരു മുൻ നിയമനത്തെ സംബന്ധിച്ച് പറയുമ്പം അതിനെ നമുക്ക് ജനറലൈസ് ചെയ്ത് കാണാൻ കഴിയില്ല. കാരണം അത് സംസാരിക്കപ്പെട്ടിരിക്കുന്നത് റോമിലുള്ള ക്രൈസ്തവ സഭയോടാണ്. ഇപ്പൊ നമുക്കറിയാം, ബൈബിളിലുള്ള എല്ലാ ക്രൈസ്തവ സഭയും എക്കാലത്തെയുമുള്ള യഥാർത്ഥ ക്രൈസ്തവ സഭയുടെ പാറ്റേണുകളാണ്. അപ്പം അവിടെയും പറയുന്ന ഒരു കാര്യം, ദൈവം പ്രീഡെസ്റ്റിനേറ്റ് ചെയ്തിട്ടുണ്ട് യഥാർത്ഥ സത്യത്തിന് വേണ്ടിയിട്ട്. ഒരുപാട് പേർക്ക് മിസ്രൈം വിട്ട് വരുന്നത് പോലെ വരാം, ചിലർക്ക് പാതി വഴി വരാം, ചിലർക്ക് കാദേശ് ഭരണ വരെ വരാം. പക്ഷെ എല്ലാവർക്കും കാനാന് കടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെ യഥാർത്ഥ സത്യോപദേശത്തിന് വേണ്ടി ഒരു മുൻ നിയമനവും യഥാർത്ഥ സത്യവചനത്തിന് വേണ്ടി നിലനിൽക്കാനുള്ള ഒരു ഉറപ്പും ഒരു തീരുമാനവും ഒന്നും ഇന്ന് നമുക്കറിയാം വളരെ ചുരുക്കമായ ആളുകൾ. ഇവൻ നമ്മള് വണ്ണസ് ചർച്ചകളിലേക്ക് പോയാൽ പോലും അവരൊരു സംഘടനയായിട്ട് പോലും ട്രിനിറ്റേറിയൻ ചർച്ചകളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്താൽ ടോട്ടൽ ട്രിനിറ്റേറിയൻ ചർച്ചിന്റെ 1% പോലും വണ്ണസ് ചർച്ചിന് ഇല്ല എന്ന് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ ആലോചിക്കണം, അതിൽ നിന്നും എത്രയോ ശുഷ്കമായിരിക്കും, അതായത് യഥാർത്ഥ ഡോക്ടറിനും യഥാർത്ഥ ഒരു ലൈഫും കാഴ്ചവെക്കാൻ ശ്രമിക്കുന്ന നമ്മളെപ്പോലുള്ള അടുക്കിലേക്ക്, നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസത്തിലേക്ക് വരുമ്പോൾ അത് ഇനിയും എത്രമാത്രം കുറഞ്ഞു വരുമെന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കണം. അപ്പൊ കർത്താവിന്റെ കാഴ്ചപ്പാട്, കർത്താവ് പറയും ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് പലപ്പോഴും ഒരു പ്രീഡെസ്റ്റിനേഷൻ ഇല്ലാത്തവരോട് ഇതൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ അവരാരും ഇത് അംഗീകരിക്കണമെന്നുള്ളതില്ല. എൻ്റെ ഒരു ഇത്രയും കാലത്തെ ഒരു ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം, ഇതൊരു തെരഞ്ഞെടുപ്പാണ്, നമ്മുടെ അല്ല, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പ് ഇല്ലെങ്കിൽ നമുക്ക് ശരിയാണ്, നിങ്ങൾ പറയുന്നത് ശരിയാണ്, ബൈബിൾ സംബന്ധമായി ശരിയാണ് എന്ന് പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്ത് വരുന്നവർ പോലും പിന്നീട് പല പ്രലോഭനങ്ങളും പിന്നെ കുടുംബ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ മാറിപ്പോകുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്.
എന്നാൽ അന്ത്യം വരെയും ഭാര്യ പിണങ്ങിയാലും ഭർത്താവ് പിണങ്ങിയാലും അവർ ഇതിനോട് സഹകരിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ഈ ഒരു വിശ്വാസത്തോടുകൂടി മരിക്കും, രൂപാന്തരപ്പെട്ടാലും മരണപ്പെട്ടാലും ഞാൻ ഇതിൽ മാത്രമേ നിൽക്കൂ എന്ന് പറയുന്ന ഒരു ദൈവത്താലുള്ള ഒരു വിളിയും തെരഞ്ഞെടുപ്പും ഉള്ളവർ മാത്രമേ ഇതിലേക്ക് വരുള്ളൂ. സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ നമ്മളെ ആളുകളുടെ അല്ലെങ്കിൽ ഈ യഥാർത്ഥ സത്യവിശ്വാസത്തിന്റെ അംഗസംഖ്യ കുറവായിരിക്കും. കാരണം ചരിത്രം മുഴുവനും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അത് ഇപ്പോഴത്തെ കാര്യം മാത്രമല്ല, എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണെന്ന് നമുക്കറിയാം. എന്തിന് യേശുക്രിസ്തുവിന്റെ മിനിസ്ട്രിയിലും നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? ആദ്യത്തെ മിനിസ്ട്രിയിൽ വലിയ പുരുഷാരമുണ്ട്, വലിയ മൾട്ടിറ്റ്യൂഡ് ഓഫ് പീപ്പിൾ ആണെന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ അത് 72 പിന്നീട് കേവലം 12 ഒക്കെ ആയിട്ട് ചുരുങ്ങുകയാണ്. കർത്താവ് അവരോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് പോകാൻ മനസ്സില്ലെന്നാ. അപ്പോ തീർച്ചയായിട്ടും ആ ഒരു മിനിസ്ട്രി നമുക്കറിയാം, ഏറ്റവും വലിയ ഗ്രേറ്റ് മിനിസ്ട്രി കർത്താവിന്റെ. ആ ഗ്രേറ്റ് മിനിസ്ട്രി പോലും ലാസ്റ്റ് ആ അവസാനിക്കുന്ന സമയമായപ്പോഴേക്കും വളരെ കയ്യിൽ എണ്ണാവുന്ന ആളുകളിലേക്ക് മാത്രം ചുരുങ്ങിയെങ്കിൽ കർത്താവിന്റെ വരവിന്റെ നാളുകളിലും നമുക്കറിയാം ഈ മാർഗത്തിലേക്ക് വരുമ്പോൾ മറ്റ് സാമ്പത്തിക നേട്ടമോ സ്ഥാനമാനമോ പദവിയോ ഒന്നും ഇതിനകത്തുനിന്ന് നമ്മളാരും ആർക്കും കൊടുക്കുന്നില്ല. അങ്ങനെ ഒരു വ്യവസ്ഥയും ഇല്ലാത്തത് കൊണ്ട് ഇതിൽ നിൽക്കുന്ന ആളുകൾ കറക്റ്റായിട്ട് തന്നെ അന്ത്യം വരെ നിൽക്കും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. പാസ്റ്റർ, അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് ചരിത്രം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഏത് രാജ്യമായാലും ഏത് മതത്തിന്റെ ഒരു ആശയങ്ങളായാലും അതിനെ ചരിത്രപരമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മൾ ഇന്ന് തന്നെ ഇന്ത്യയുടെ നമ്മൾ സ്ഥിതി നോക്കിയാൽ ഇന്ത്യ ഒരു അഹിംസയുടെ മേലുള്ള തന്റെ ഇൻഡിപെൻഡൻസിനെ നേടിയ ഒരു രാജ്യമാണ്. അപ്പം അവിടെ ഗാന്ധി, നെഹ്റു, പിന്നെ പട്ടേൽ അങ്ങനത്തെ പല നേതാക്കന്മാരും വലിയ വയലൻസ് ചെയ്യാതെ ഒരു സ്വാതന്ത്ര്യം നേടി എന്നുള്ള ചരിത്രം ഇന്ത്യക്ക് ഉണ്ടെങ്കിലും ഇന്നത്തെ ഒരു സ്ഥിതി നമ്മൾ നോക്കുമ്പോൾ ആകെ മറിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥിതിയാണ്. വെറും 75 വർഷം കൊണ്ട് ഒരു ജനതയെ കബളിപ്പിക്കാൻ പറ്റും എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് നമ്മുടെ മുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആ പഴയ സത്യങ്ങളെയൊക്കെ മറന്ന ഇന്ത്യയുടെ ഭൂരിപക്ഷം ജനത ഇന്ന് തെറ്റിപ്പോയി എന്നുള്ള കാര്യം നമ്മൾക്ക് കാണുവാൻ സാധിക്കും. ഇന്ന് അവരുടെ ചോയ്സ് മാറിക്കഴിഞ്ഞു ഓൾറെഡി. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ 350 വർഷത്തിന് ശേഷം സ്ഥാപിക്കപ്പെട്ട തൃത്വം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാര് യെരുശലേമിൽ നിന്നും പുറപ്പെട്ട് ലോകം മൊത്തം സുവിശേഷം അറിയിപ്പിക്കുവാൻ പോകുന്നതിന്റെ 350 വർഷത്തിന് ശേഷം സ്ഥാപിക്കപ്പെട്ട തൃത്വമതവും തൃത്വത്തിന്റെ ആരാധനയും തൃത്വത്തിലുള്ള സ്നാനവും ഒക്കെ അത് ശരിയാണോ എന്നുള്ള ചരിത്രപരമായ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാൻ ഒരു പ്ലാറ്റ്ഫോമാണ് ഗ്രൂപ്പ് 3. നമ്മൾ സത്യ അന്വേഷികളാണെങ്കിൽ നമ്മൾ സത്യത്തിലേക്ക് എത്തുമെന്നുള്ള കാര്യം നമുക്കറിയാം. അത് തിരുവെഴുത്തുകൾ പ്രകാരമാകാം, നമുക്ക് ചരിത്രവും നമ്മൾ അതനുസരിച്ച് അതിനോട് ചോദ്യം ചോദിക്കും. പക്ഷെ നമ്മൾ പേടിച്ചിട്ട് എന്റെ മതത്തിന്റെ എതിരായിട്ടാണോ എന്തെങ്കിലും പറയുന്നതെന്ന് അതിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം മനുഷ്യന്റെ ആ ഒരു കാര്യത്തെ സെൻസ് ചെയ്യാനുള്ള ആ കേപ്പബിലിറ്റിയും അതിന് ഉണ്ട് എന്നുള്ള കാര്യം, അത് വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് എല്ലാവരോടും സംസാരിക്കുന്നത് എന്നുള്ള കാര്യം. അതിനോട് തെറി പറഞ്ഞു കഴിഞ്ഞാൽ തെറി പറഞ്ഞുകൊണ്ട് തന്നെ അത് റെസ്പോണ്ട് ചെയ്യും എന്നുള്ള കാര്യമാണ് ഇപ്പോഴത്തെ ഗ്രോക്കിന്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമുക്ക് അതിനെ പല തരത്തിൽ യൂസ് ചെയ്യാമെങ്കിൽ ചരിത്രപരമായിട്ടുള്ള സത്യങ്ങളെ അറിയുവാൻ ഇന്ന് അത് ഉപയോഗപ്പെടുത്താം. സത്യം അന്വേഷിക്കുന്നവര് സത്യത്തിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരു പ്രാവശ്യം കൂടെ എല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ നൽകുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.